ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് GK ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടുത്തുന്ന 50 ഹോട്ട് ടോപ്പിക്സ്, ഉറപ്പുള്ള ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള 499 രൂപയുടെ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ചെയ്യുക. ഞാൻ ഉറപ്പ് തരുന്നു 50 ഹോട്ട് ടോപ്പിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി റെഫർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് പ്രിലിംസിന് മാത്രമല്ല മെയിൻസിനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ സ്റ്റാൻഡേർഡ് ബുക്സ് SCERT, NCERT, ന്യൂ SCERT ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ PDF നോട്ടും വീഡിയോസും ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 698/2025. സാലറി സ്കെയിലും ഗസറ്റഡ് പോസ്റ്റും കൂടെ ഒന്ന് മനസ്സിലേക്ക് വരട്ടെ. അപ്പം ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസ് വന്നെങ്കിൽ പോലും KS തത്തുല്യമായിട്ട്, KS പോലെ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും തത്തുല്യമായിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഗസറ്റഡ് പോസ്റ്റ് ആണിത്. ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. വേക്കൻസി കുറച്ച് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ 2020 വരികയും 2022 എക്സാം നടക്കുകയൊക്കെ ചെയ്തു. ഏകദേശം ഒരു 10-22 അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 55,200 മുതൽ 1,15,300 രൂപ വരെയാണ്. സാലറി ആയിക്കോട്ടെ, പോസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എന്തായാലും നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രിലിംസ് നമ്മൾ പാസ്സാവും. മെയിൻസിന് പഠിക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം വരാത്തൊരു പോസ്റ്റ് ആണ്. ജസ്റ്റ് മെയിൻസിന്റെ സിലബസ് ഒന്ന് കാണിക്കാം. ഇത് 2022 നടന്ന എക്സാമിന്റെ സിലബസ് ആയിരുന്നു. മെയിൻസിന്റെ സിലബസ് ആണ് കേട്ടോ. മെയിൻസിന്റെ സിലബസിനകത്ത് നമ്മൾ പഠിക്കുന്ന അതേ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സ്പെഷ്യൽ ടോപ്പിക്സ് ഒരു 20 മാർക്കിന് ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക്. ഇത്രയുമായിരുന്നു 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. ഇത് ചിലപ്പം ഈ പ്രാവശ്യം വ്യത്യാസം വരാൻ ചെറിയൊരു സാധ്യതയേ ഉള്ളൂ. അതായത് വേറൊരു പേപ്പർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം, ഇത്രയും ഇമ്പോർട്ടന്റ് തസ്തിക ആയതുകൊണ്ട്. എങ്കിലും നമ്മൾ പ്രിലിംസ് പാസ് ആവാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ എഫേർട്ട് ഇടുകയാണെങ്കിൽ നല്ലൊരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് നമുക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, 18-നും 36-നും ഇടയിലുള്ള എല്ലാവർക്കും ഇത് അയക്കാനായിട്ട് സാധിക്കും. ഇനി ഡിഗ്രി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഡിസൈറബിൾ എന്നുള്ള രീതിയിലാണ്. ഓർഗനൈസേഷൻ പബ്ലിക് റിലേഷനിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയോ പബ്ലിക് മീറ്റിംഗ് അഡ്രസ് ചെയ്യാൻ എബിലിറ്റി ഉള്ളവരെയോ ഒക്കെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അയക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. എനി ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഇതൊരിക്കലും മിസ്സാക്കരുത്. ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവരെ എത്രയും പെട്ടെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിംഗ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് 698/2025 അപേക്ഷിക്കുക. 4-ാം തീയതി, ഫെബ്രുവരി 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അധികം നീട്ടിക്കൊണ്ട് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ സിലബസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു നോർമൽ പോസ്റ്റ് അല്ല. എന്താണ്? ഒരു ഗസറ്റഡ് പോസ്റ്റും ഹൈ സാലറി റെപ്യൂട്ടഡ് ജോബുമാണ്. ആലോചിച്ചിട്ട് തീരുമാനിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.